കോംപ്ലിമെന്ററി പാസ് ട്രാൻസിസ്റ്റർ ലോജിക്. ഇതാണ് കോംപ്ലിമെന്ററി പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിന്റെ ബേസിക് ആയിട്ടുള്ള ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പോൾ കോംപ്ലിമെന്ററി പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കാം. ഒരു പാസ് ട്രാൻസിസ്റ്റർ ലോജിക് ഉണ്ട്, വിച്ച് വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ്. അപ്പോൾ ഇതിനു മുമ്പ് പഠിച്ച പാസ് ട്രാൻസിസ്റ്റർ ലോജിക് നോക്കുക, ആ വീഡിയോ നോക്കിയിട്ട് ഇതിലോട്ട് വരിക, അതാണ് ഏറ്റവും ബെറ്റർ. കാരണം അതാകുമ്പോൾ അതിന് വളരെ എളുപ്പമായിരിക്കും ഇത് അനലൈസ് ചെയ്ത് പോകാൻ. ഇപ്പൊ സാധാരണ ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, അതിന്റെ പാസ് ട്രാൻസിസ്റ്റർ ലോജിക്ക് വരയ്ക്കണം. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഔട്ട്പുട്ട് ഒരു ഇൻവേർട്ടർ അല്ലെങ്കിൽ ഒരു നോട്ട് ഗേറ്റിലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ സാധാരണ നമ്മൾ ഇവിടെ ഇപ്പൊ PMOS NMOS ഉപയോഗിക്കുന്നതുകൊണ്ട് ഇവിടെ എന്താണ് CMOS ഇൻവേർട്ടർ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ സിമ്പിള് നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നെങ്കിൽ ആക്ച്വൽ കൺസ്ട്രക്ഷനിൽ അവിടെ എന്തായിരിക്കും കൊടുക്കുന്നത്, ഒരു CMOS ഇൻവേർട്ടർ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിൽ നമുക്ക് ഓരോന്ന് ഡിസൈൻ ചെയ്തു, ആൻഡ് ഗേറ്റ് ഡിസൈൻ ചെയ്തു, ഓർ ഗേറ്റ് ഡിസൈൻ ചെയ്തു, നോർ ഗേറ്റ് ഒക്കെ ഡിസൈൻ ചെയ്തു. അപ്പൊ ഇവിടെ ഒരു നോട്ട് ഗേറ്റ് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന എന്താണോ അതിന്റെ ഓപ്പോസിറ്റ്, അതിന്റെ കോംപ്ലിമെന്ററി ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. അതായത് ആൻഡ് ഗേറ്റ് ആണ് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ A.Bക്കാണ് നിങ്ങൾ പാസ് ട്രാൻസിസ്റ്റർ ഡിസൈൻ ചെയ്തത് എങ്കിൽ പാസ് ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, A.B ആയിരിക്കും. അതൊരു നോട്ട് ഗേറ്റിലോട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും, A.B ദി ഹോൾ കോംപ്ലിമെന്റ് നാൻഡ് ഗേറ്റ് കിട്ടും. നാൻഡ് ഗേറ്റ്. ഓക്കെ, അതാണ് ഫസ്റ്റ് സെഷനിൽ വരുന്നത്. പിന്നെ അതിൽ കണക്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു PMOS, വീക്ക് PMOS ട്രാൻസിസ്റ്റർ എന്ന് പറയും. ഒരു വീക്ക് PMOS ട്രാൻസിസ്റ്റർ ആണ്. അത് നോക്കുക. അതിന്റെ PMOS നമുക്കറിയാം സോഴ്സ് എപ്പോഴും ഏതിലോട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്, VDD-ലോട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിന്റെ ഔട്ട്പുട്ടിലോട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഗേറ്റ് എന്ന് പറഞ്ഞാൽ താഴത്തെ ലെയറിലോട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ഞാൻ ഡീറ്റെയിലോട്ട് പോവാം. അപ്പൊ ഇതിന്റെ ബേസിക് എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ട്, ഒരു പാസ് ട്രാൻസിസ്റ്റർ ലോജിക് ഉണ്ട്. ഈ പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിന്റെ ഔട്ട്പുട്ട് ഒരു നോട്ട് ഗേറ്റിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നോട്ട് ഗേറ്റ് കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. നമ്മൾ ഏത് പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിനാണോ ഡിസൈൻ ചെയ്തത്, ഫോർ എക്സാമ്പിൾ ഞാൻ A.Bക്കാണ് ഡിസൈൻ ചെയ്തതെങ്കിൽ പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിന്റെ ഔട്ട്പുട്ട് A.B തന്നെ ആയിരിക്കും കിട്ടുന്നത്, ആൻഡ് ഗേറ്റ്. ഇവിടെ ഒരു നോട്ട് ഗേറ്റും കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന F ബാർ എന്തായിരിക്കും, A.B ദി ഹോൾ കോംപ്ലിമെന്റ് ആയിരിക്കും. അപ്പൊ എന്ത് കിട്ടും, നാൻഡ് ഗേറ്റ് ആയിരിക്കും കിട്ടുന്നത്. സിമിലർലി എന്റെ താഴത്തെ സർക്യൂട്ട് എന്താണുള്ളത്, താഴത്തെ സർക്യൂട്ട് എന്ന് വെച്ചാൽ ഇൻവേഴ്സ് പാസ് ട്രാൻസിസ്റ്റർ ലോജിക് ആണ്. ഇൻവേഴ്സ് പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിന് നമ്മൾ ട്രൂ ഇൻപുട്ട് ആണ് കൊടുക്കുന്നത്, സാധാരണ ഇൻപുട്ട് കൊടുക്കും. ഇവിടെ കോംപ്ലിമെന്ററി ഇൻപുട്ട് ആണ് കൊടുക്കുന്നത്. ഇൻവേഴ്സ് പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിന് എന്താണ് അവിടെ കൊടുക്കുന്ന ഇൻപുട്ട് ആയിട്ട്, കോംപ്ലിമെന്ററി ഇൻപുട്ട്. അതായത് പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിന് എന്താണോ കൊടുത്തത്, ഫോർ എക്സാമ്പിൾ പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിന് എയും ബിയും ആയിരുന്നു ഇൻപുട്ട് എന്ന് വെക്കുക. പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിന് എയും ബിയും ആയിരുന്നു ഇൻപുട്ട് എങ്കിൽ കോംപ്ലിമെന്റ് ഇൻവേഴ്സ് പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിലോട്ട് നമ്മൾ എന്ത് കൊടുക്കും, A ബാറും B ബാറും കൊടുക്കും. അതുകൊണ്ടാണ് കോംപ്ലിമെന്ററി ഇൻപുട്ട് എന്ന് പറയുന്നത്. അതേപോലെ പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിന് A-B ബാർ ആയിരുന്നു ഇൻപുട്ട് ആയിരുന്നു കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ എന്ത് കിട്ടും, A ബാർ B ആയിരിക്കും കോംപ്ലിമെന്ററി ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. അതാണ് ആകെയുള്ള വ്യത്യാസം. അപ്പൊ നമ്മളെ പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിന്റെ അതേ സാധനം ചെയ്യുക, ഇൻപുട്ടിൽ എന്ത് മാറ്റം വരും, ഇൻപുട്ട് കോംപ്ലിമെന്റ് ആയിട്ട് കൊടുക്കുമ്പോൾ താഴത്തെ സർക്യൂട്ടിലോട്ട് കൊടുക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ കണക്ക് ഇവിടെ ഒരു നോട്ട് ഗേറ്റ് ഉണ്ട്. അപ്പോൾ ഇൻവേഴ്സ് പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിന്റെ ഔട്ട്പുട്ട് A.B ആണെങ്കിൽ ഇൻവേഴ്സ് പാസ് ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, A.B ബാർ ആയിരിക്കും. അപ്പൊ A.B ബാർ നമ്മൾ വീണ്ടും ഒരു നോട്ട് ഗേറ്റിലോട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇവിടെ എന്ത് കിട്ടും, A.B കൊടുക്കും. എന്തിനാണ് ഇവിടെ നോട്ട് ഗേറ്റ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മളിപ്പോൾ അടുത്ത് ഡിസ്കസ് ചെയ്യും. അതേപോലെ ഇവിടെ വേറെ ഒരു കണക്ഷൻ കൂടെ ഉണ്ട്, എന്താണ് PMOS അല്ലെ, ഒരു വീക്ക് ആയിട്ടുള്ള ഒരു PMOS ട്രാൻസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. PMOSന്റെ സോഴ്സ് VDD ആയിട്ടും ഡ്രെയിൻ ഈ ഒരു പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിന്റെ ഔട്ട്പുട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിന്റെ ഗേറ്റ് എടുത്ത് ഇൻവേഴ്സ് പാസ് ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ടിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സിമിലർലി ഇവിടെ ഇൻവേഴ്സ് പാസ് ട്രാൻസിസ്റ്ററിന്റെ ഇവിടെയും എന്തുണ്ടാവും, ഒരു വീക്ക് PMOS ട്രാൻസിസ്റ്റർ ഉണ്ടാവും. അതിന്റെ സോഴ്സ് VDD ആയിട്ട് ഡ്രെയിൻ ഇൻവേഴ്സ് പാസ് ട്രാൻസിസ്റ്റർ ഔട്ട്പുട്ട് ആയിട്ട് ഇതിന്റെ ഗേറ്റ് എടുത്ത് ഇപ്പുറത്തെ സർക്യൂട്ടിലോട്ടും, അതായത് തിരിച്ചു കൊടുത്തിരിക്കുന്നു. ഒരു PMOSന്റെ ഗേറ്റ് എടുത്ത് താഴത്തെ സർക്യൂട്ടിലോട്ടും താഴത്തെ PMOSന്റെ ഗേറ്റ് എടുത്ത് മുകളിലത്തെ സർക്യൂട്ടിലോട്ട് കൊടുത്തിരിക്കുന്നു. അപ്പൊ അത് വരയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല. ഇനി ഇതിന്റെയൊക്കെ യൂസ് എന്താണെന്ന് ചോദിച്ചാൽ, കോംപ്ലിമെന്ററി, ഇതിന്റെ അഡ്വാൻറ്റേജ് പറയാം. കോംപ്ലിമെന്ററി പാസ് ട്രാൻസിസ്റ്റർ ലോജിക് CPL എന്ന് പറയാം കേട്ടോ.
കോംപ്ലിമെന്ററി പാസ് ലോജിക് എന്നുള്ള രീതിയിൽ കോംപ്ലിമെന്ററി പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിന്റെ CPL എന്ന് പറയാം. കോംപ്ലിമെന്ററി ഇൻപുട്ടും ഔട്ട്പുട്ടും അവൈലബിൾ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു ഇൻപുട്ടിലോട്ട് ഒരു ഇൻപുട്ട് ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ കോംപ്ലിമെന്ററി ഇൻപുട്ട് ആണ് കൊടുക്കുന്നത്. നേരത്തെ പാസ് ട്രാൻസിസ്റ്റർ ലോജിക് ആണെന്ന് വെച്ചാൽ A.Bക്ക് ഡിസൈൻ ചെയ്താൽ A.B ആണ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ A.Bക്ക് ഡിസൈൻ ചെയ്താൽ എന്ത് കിട്ടും? A.Bക്ക് ഡിസൈൻ ചെയ്താൽ ഇവിടെ മുകളിലത്തെ സർക്യൂട്ടിൽ എന്ത് കിട്ടും? നമുക്ക് A.B ബാർ കിട്ടും. കാര്യം ഒരു നോട്ട് ഗേറ്റ് ഉള്ളുണ്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. A.Bക്ക് വേണ്ടിയാണ് പാസ് ട്രാൻസിസ്റ്റർ ഡിസൈൻ ചെയ്തതെങ്കിൽ ഇവിടെ A.B കിട്ടും അല്ലെ. ഈ ഒരു പോയിന്റിൽ A.B കിട്ടും. ഇവിടെ ഒരു നോട്ട് ഗേറ്റ് ഉള്ളുണ്ട്. A.B ബാർ കിട്ടി. അതേപോലെ ഇൻവേഴ്സിന്റെ അവിടെ A.Bക്ക് ഡിസൈൻ ചെയ്ത ഇൻവേഴ്സ് പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? A.Bയുടെ ഇൻവേഴ്സ് അല്ലെങ്കിൽ A.B ബാർ ആയിരിക്കും ഇവിടെ കിട്ടുന്നത് അല്ലെ. ഈ ഒരു പോയിന്റിൽ A.B ബാർ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ അത് നോട്ട് ഗേറ്റിലോട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? A.B ബാർ ഹോൾ ബാർ അത് A.B ആയിട്ട് കിട്ടും. അപ്പൊ ഇവിടെ കോംപ്ലിമെന്ററി ഇൻപുട്ടും ഉണ്ട്, കോംപ്ലിമെന്ററി ഔട്ട്പുട്ടും ഉണ്ട്. അതാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കോംപ്ലിമെന്ററി ഔട്ട്പുട്ട് നമുക്ക് നാൻഡും ആൻഡും കൂടെ ഒരുമിച്ച് കിട്ടും. ഓക്കെ. പിന്നെ ഇൻവേർട്ടിംഗ് ബഫേഴ്സ്. ഇവിടെ ഇൻവേർട്ടിംഗ് ബഫേഴ്സ് എന്തിനാണ് നമ്മൾ ഇൻവേർട്ട് ഒക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ റീസ്റ്റോറേഷൻ ഓഫ് ലോജിക് ലെവൽസ്. ലോജിക് ലെവൽസ് റീസ്റ്റോർ ആയിക്കൊണ്ടിരിക്കും. ഓക്കെ. നമുക്ക് റാം ഒക്കെ ഇനി പഠിക്കുമ്പോൾ റീസ്റ്റോറേഷൻ ഒക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ റീസ്റ്റോർ, അപ്പം വാല്യൂസ് അവിടെ ഉണ്ടാവും, റീസ്റ്റോർ ആയിക്കൊണ്ടിരിക്കും. എപ്പോഴും ആ വാല്യൂസ് അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. അതിനു വേണ്ടിയാണ് ഇൻവേർട്ടിംഗ് ബഫേഴ്സ്. ഈ സാധനം ഇൻവേർട്ടിംഗ് ബഫറാണ്. നമുക്ക് ആലോചിക്കാം അല്ലെ, ഒരു രീതിയിൽ ആലോചിക്കാം എന്തിനാണ് ഇങ്ങനെ നോട്ട് ഗേറ്റ് ഒക്കെ കൊടുത്ത് ഇൻവേർട്ട് ഒക്കെ എടുക്കേണ്ട കാര്യം എന്താണ്? ഡയറക്റ്റ് ഇവിടെ നിന്ന് എടുത്തുകൂടെ ചിന്തിക്കുക. അതിന്റെ റീസൺ റീസ്റ്റോറിംഗ് വാല്യൂസ് അല്ലെ. ഇൻവേർട്ടിംഗ് ബഫേഴ്സ് പെർഫോം റീസ്റ്റോറേഷൻ ഓഫ് ലോജിക് ലെവൽസ്. ലോജിക് ലെവൽസ് എപ്പോഴും റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും. അതിന് ലീക്കേജ് ഒന്നും സംഭവിക്കില്ല. ഓൾവേസ് ഒരു 1 അവിടെ ഉണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആ 1 ഇല്ലാതാവത്തില്ല. അത് എപ്പോഴും റീറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. റീസ്റ്റോർ അടുത്ത ലെവല് അല്ലെങ്കിൽ അടുത്ത ഇൻപുട്ട് കൊടുക്കുന്നവരെ എന്ത് സംഭവിക്കും? ആ വാല്യൂ എപ്പോഴും അവിടെ റീസ്റ്റോർ ആയിട്ട് ഇരിക്കും. അതേപോലെ തന്നെ ഇൻവെർട്ടിംഗ് ബഫറിന് വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ലാർജ് കപ്പാസിറ്റി ലോഡ്സ് ഒക്കെ ഡ്രൈവ് ചെയ്യാക്കും. നമ്മൾ ഈ ഇൻവെർട്ടിംഗ് ബഫർ കൊടുത്തില്ലെങ്കിൽ കപ്പാസിറ്റി ലോഡ്സ് ഒന്നും ഒരുപാട് ഇതിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഇൻവെർട്ടിംഗ് ബഫറിന്റെ യൂസ് അതാണ്. ഒന്നാമത്തെ കേസ് റീസ്റ്റോറേഷൻ പോസിബിൾ ആയിരിക്കും. വാല്യൂസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ലീക്കിംഗ് ഒന്നും ഉണ്ടാവത്തില്ല. രണ്ടാമത്തെ കേസ് എന്താണ്? ലാർജ് കപ്പാസിറ്റി ലോഡ്സ്, ഒരുപാട് കപ്പാസിറ്റി ലോഡ്സ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതിനും പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ഓക്കെ. ഇനി ഇവിടുത്തെ പിമോസ് ലാച്ച് എന്ന് വെച്ചാൽ സ്വിംഗ് ഓപ്പറേഷന് വേണ്ടിയാണ് ഈ ലാച്ച് ഉപയോഗിക്കുന്നത്. ഇവിടെ പിമോസ് ലാച്ച് എന്ന് പറയുന്നത് ഈ 2 എണ്ണമാണ്. അത് സ്വിംഗ് ഓപ്പറേഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് ബേസിക് കോംപ്ലിമെന്ററി പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിന്റെ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ബേസിക് സർക്യൂട്ട് അറിയാമെങ്കിൽ ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാൻ എന്താണ്? പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിന്റെ അതേ കൺസെപ്റ്റ് മതി. ഓക്കെ. അപ്പൊ ഇത് ബേസിക് ആയിട്ടുള്ള ഡയഗ്രാം ആലോചിക്കുക, പിന്നെ സെയിം രീതിയിൽ ഡിസൈൻ ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് ഒരെണ്ണം ചെയ്യാം. ആൻഡ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഡിസൈൻ ആൻഡ് ഗേറ്റ് എന്ന് മാത്രം പറയേണ്ട കാര്യമില്ല. ഇനി ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടാവും? ഒരു നാൻഡ് ഗേറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടാവും? ഒരു ആൻഡ് ഗേറ്റും ഉണ്ടാവും. കാരണം എന്താണ്? ഇവിടെ കോംപ്ലിമെന്ററി ഔട്ട്പുട്ടും കോംപ്ലിമെന്ററി ഇൻപുട്ടും അവൈലബിൾ ആണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഡിസൈനിലോട്ട് നമുക്ക് കിടക്കാം. ഒരു ആൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ. നമുക്ക് ഫസ്റ്റ് പാർട്ട് നമ്മൾ പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിൽ ഓൾറെഡി നല്ലവണ്ണം പറഞ്ഞതാണെങ്കിലും ഒരു ക്വിക്കായിട്ട് ഞാനൊരു ഐഡിയ പറഞ്ഞു പോവാം, അത് കണ്ടിട്ടില്ലാത്തതുകൊണ്ട്. അപ്പോൾ ട്രൂത്ത് ടേബിൾ ഓഫ് ആൻഡ് ഗേറ്റ് ആണ്. അപ്പൊ ആൻഡ് ഗേറ്റ് ഇതാണ് ആൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ. എയും ബിയും 2 ഇൻപുട്സ് 0 0 0 1 1 0 1 1. അപ്പൊ ഔട്ട്പുട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന A.B 0, അവസാനം 1 1 വരുമ്പോൾ മാത്രമാണ് 1. അപ്പൊ ഈ ട്രൂത്ത് ടേബിൾ അനുസരിച്ചിട്ട് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? ട്രൂത്ത് ടേബിൾ അനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യേണ്ടത്? സർക്യൂട്ട് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പൊ ഈ ട്രൂത്ത് ടേബിൾ എന്ന് നോക്കുമ്പോൾ പാസ് ട്രാൻസിസ്റ്ററിൽ ഓൾറെഡി പറഞ്ഞാണ്, എങ്കിലും ഒന്ന് ക്വിക്കായിട്ട് പറയാം. ട്രൂത്ത് ടേബിൾ നോക്കുമ്പോൾ ഇവിടെ ഞാൻ എ ഇൻപുട്ടായിട്ട് കൺസിഡർ ചെയ്തു. എ കൺട്രോൾ ചെയ്യുന്ന ഞാൻ കൺട്രോൾ ആയിട്ട് തീരുമാനിച്ചു. അതായത് എൻമോസിന്റെ കൺട്രോൾ ചെയ്യുന്ന ഏതാണ്? എൻമോസിന്റെ ഗേറ്റ് ആണ് എൻമോസിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒന്നുകിൽ എ തീരുമാനിക്കാം അല്ലെങ്കിൽ ബി തീരുമാനിക്കാം. ഞാൻ ഇപ്പൊ എ ആണ് എൻമോസിനെ കൺട്രോൾ ചെയ്യുന്ന സിഗ്നൽ ആയിട്ട് എടുത്തു. അപ്പൊ നോക്കി, എക്ക് 2 കേസസ് ആണ് ഉള്ളത്. ഒന്ന് എക്ക് 0 വരുമ്പോൾ ഉള്ള കേസ്, എക്ക് 1 വരുമ്പോൾ ഉള്ളത്. അപ്പൊ എക്ക് 0 വരുമ്പോഴും
1 വരുമ്പോഴും ഉള്ള കണ്ടീഷന് വേണ്ടി നമ്മൾ 2 NMOS ഡിസൈൻ ചെയ്യണം. എക്ക് 0 വരുമ്പോഴും n വരുമ്പോഴും ഉള്ള കണ്ടീഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 2 NMOS ഡിസൈൻ ചെയ്യണം. അപ്പൊ ഇവിടെ എക്ക് 0 ആയപ്പോ എന്താണ്? എക്ക് 0 ആയപ്പോ ഔട്ട്പുട്ട് എന്ത് കിട്ടും? ഔട്ട്പുട്ട് 0 കിട്ടി. എ 0 ആയപ്പോൾ ഔട്ട്പുട്ട് 0 എന്ന് വെച്ചാൽ എ 0 ആകുമ്പോൾ ഔട്ട്പുട്ട് എ തന്നെ കിട്ടിയെന്ന് പറയാം അല്ലെ. എ 0 ആകുമ്പോൾ ഔട്ട്പുട്ട് എന്താണ്? 0. അപ്പൊ എ 0 ആകുമ്പോൾ ഔട്ട്പുട്ട് 0 മീൻസ് എ 0 ആയപ്പോൾ ഔട്ട്പുട്ട് എ തന്നെ കിട്ടി. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് NMOS ഡിസൈൻ ചെയ്യേണ്ടത്. രണ്ടാമത്തെ കണ്ടീഷനിൽ നോക്കിയേ, 1 എക്ക് 1 വരുമ്പോൾ ഓൺ ആവുന്ന NMOS നമ്മൾ ഡിസൈൻ ചെയ്യണം. എക്ക് 1 വരുമ്പോൾ എന്തായിരിക്കണം കണ്ടീഷൻ? എക്ക് 1 വരുമ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കണം? എക്ക് 1 വരുമ്പോൾ ഔട്ട്പുട്ട് നോക്കിയാൽ 0 ആവുന്നുണ്ട്. ഇതാ 2 കേസ് ഉണ്ട് അല്ലെ. എക്ക് 1 വരുമ്പോൾ ഔട്ട്പുട്ട് എന്താണ്? ഇതാണ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് 0 ആവുന്നുണ്ട്. അതേപോലെ എക്ക് 1 വരുമ്പോൾ ഔട്ട്പുട്ട് എന്ത് വരുന്നുണ്ട്? 1 ആവുന്നുണ്ട്. അപ്പൊ ഇത് വല്ലതുമായിട്ട് ബന്ധമുണ്ടോ നോക്കാൻ നോക്കിയേ. ബി ആയിട്ട് ബന്ധമുണ്ട്. എന്താണ്? എക്ക് 1 വരുമ്പോൾ ഔട്ട്പുട്ട് ഈസ് ഓൾവേസ് ബി. അത് നോക്കിയേ, ബി 0 ആയപ്പോൾ 0 കിട്ടി, ബി 1 ആയപ്പോൾ 1 കിട്ടി. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? എ 1 ആവുമ്പോൾ ഉള്ള ലോജിക്കിൽ ഔട്ട്പുട്ട് എന്താണ്? ഔട്ട്പുട്ട് ബി. അപ്പൊ 2 കേസാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. എ 0 ആവുമ്പോൾ ഔട്ട്പുട്ട് എ എന്ന് കിട്ടി, എ 1 ആയപ്പോൾ ഔട്ട്പുട്ട് എന്തെന്ന് കിട്ടി? ബി എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി 2 NMOS ഡിസൈൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് റഫായിട്ട് പറയാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി വരച്ച് കാണിക്കാം. അപ്പൊ 2 NMOS നമുക്ക് ഡിസൈൻ ചെയ്യണം. ഇതൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിൽ. ഇത് ഒന്നുകൂടെ ക്വിക്ക് ആയിട്ട് പറയുന്നു. അപ്പോ ഞാൻ 2 NMOS വരച്ചു. NMOSൽ എപ്പോഴും ഹൈ ആകുമ്പോൾ മാത്രമേ NMOS ഓൺ ആവും. ഓക്കെ, അപ്പൊ NMOSൽ ആദ്യത്തെ എ 0 ആകുമ്പോൾ ആവുമ്പോൾ ഈ NMOS ഓൺ ആവണം. എന്ത് ചെയ്യണം? ഇവിടെ എന്ത് കൊടുക്കും കണക്ഷൻ? എ 0 ആകുമ്പോൾ ഈ NMOS ഓൺ ആവണമെങ്കിൽ ഇതിന്റെ ഗേറ്റ് എന്തായിരിക്കണം? എ ബാർ ആയിരിക്കണം. കാരണം എന്താണ്? എ 0 ആകുമ്പോൾ എ ബാർ എന്താണ്? 1 ആവും. അപ്പൊ ഗേറ്റിൽ 1 വന്ന NMOS ഓൺ അല്ലേ? ഓക്കെ, അപ്പൊ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ എ 0 ആവുമ്പോൾ ഓൺ ആവാനുള്ള NMOS അല്ലെങ്കിൽ ആ 0 കണ്ടീഷന് വർക്ക് ചെയ്യാനുള്ള NMOS ഞാൻ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. സിമിലർലി ഇനി എ 1 ആകുമ്പോൾ ഉള്ള കേസ് ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ എയുടെ കേസാണ് പറഞ്ഞതെങ്കിൽ പോലും ബി വെച്ചും ഇതേ രീതിയിൽ ചെയ്യാം കേട്ടോ. അല്ല എ തന്നെ എപ്പോഴും ചെയ്യണമെന്ന് നിർബന്ധമില്ല. എ ആകുമ്പോൾ 2 കണ്ടീഷൻ അടുത്തടുത്ത് വരുന്നതുകൊണ്ട് ഞാൻ എ പ്രിഫർ ചെയ്തേ ഉള്ളൂ. ബി വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. അതാണ്ട് ഇവിടെ ബി 0 ആവുന്ന 2 കേസ് ഉണ്ടല്ലോ, ഇതുകൊണ്ട് അത് വെച്ചിട്ടുള്ളത് ഔട്ട്പുട്ട് നോക്കാം. അതേപോലെ ബി 1 ആകുമ്പോൾ ഉള്ള കേസ് വെച്ചിട്ട് ഔട്ട്പുട്ട് നോക്കാം. അത് നിങ്ങളെ കൺവീനിയൻസ്. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, എയുടെ അടുത്ത കണ്ടീഷൻ എന്താണ്? എയുടെ അടുത്ത കണ്ടീഷൻ എ 1 ആകുമ്പോൾ ഓൺ ആവാനുള്ള ഒരു ലോജിക് ഉണ്ടാണ്. അപ്പൊ എ 1 ആവാൻ വേണ്ടി ഈ NMOSലോട്ട് എന്ത് കൊടുക്കണം? എ കൊടുത്താൽ മതി. കാരണം എന്താണ്? എ 1 ആകുമ്പോൾ ഗേറ്റ് ഹൈ തന്നെയാണ്. അപ്പൊ എ 1 ആകുമ്പോൾ ഈ NMOS ആയിരിക്കും ഓൺ ആവുന്നത്. ഇനി ഔട്ട്പുട്ടിൽ എന്താണ് കിട്ടേണ്ടത്? NMOS ഓൺ ആയ എന്ത് സംഭവിക്കും? ഇൻപുട്ട് ഔട്ട്പുട്ടുമായിട്ട് കണക്ട് ചെയ്യും. വേറൊരു രീതിയിൽ പറഞ്ഞാൽ എന്താണ്? NMOS ഓൺ ആയാൽ ഔട്ട്പുട്ടിൽ എന്താണോ കിട്ടേണ്ടത് അത് ഇൻപുട്ടിലോട്ട് കൊടുത്താൽ മതി. NMOS ഓൺ ആയാൽ ഔട്ട്പുട്ടിൽ എന്താണോ കിട്ടേണ്ടത് അത് ഇൻപുട്ടിലോട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇവിടെ എ 0 ആകുമ്പോൾ ഏത് NMOS ഓൺ ആവും? ഈ NMOS ഓൺ ആവും. ഈ കാണിച്ചിരിക്കുന്ന NMOS ഓൺ ആവും. അപ്പൊ എന്താണ് ഔട്ട്പുട്ട് കിട്ടേണ്ടത്? ഔട്ട്പുട്ടിൽ എ ആണ് കിട്ടേണ്ടത് അല്ലെ. എ 0 ആകുമ്പോൾ ഔട്ട്പുട്ട് 0. അതിന്റെ അർത്ഥം എ 0 ആകുമ്പോൾ ഔട്ട്പുട്ട് എ. അപ്പൊ ഔട്ട്പുട്ടില് എ ആണ് കിട്ടേണ്ട. സോ ഇൻപുട്ടിലോട്ട് നമ്മൾ എ കൊടുക്കും. കാരണം എന്താണ്? ഈ ട്രാൻസിസ്റ്റർ ഓൺ ആകുമ്പോൾ ഔട്ട്പുട്ട് ഇൻപുട്ട് തമ്മിൽ ഷോർട്ട് ആവും. ദാറ്റ് മീൻസ് ഈ എ ഔട്ട്പുട്ടിലോട്ട് കിട്ടും. അപ്പൊ ആദ്യത്തെ 2 കണ്ടീഷന് വേണ്ടി ഈ NMOS ഡിസൈൻ ചെയ്തു. അപ്പൊ ആദ്യത്തെ 2 കണ്ടീഷൻ ഈ NMOS നോക്കിക്കോളും അല്ലെ. കാരണം എന്താണ്? എ 0 ആയപ്പോ ഈ NMOS ഓൺ ആണ്. അപ്പോ ഔട്ട്പുട്ട് എപ്പോഴും എന്താണ്? എ ആണ്. അപ്പോ എ 0 ആവുന്ന 2 കേസിലും ബി എന്ത് വന്നാലും ഔട്ട്പുട്ട് എ തന്നെ കിട്ടി. ആ ഡിസൈൻ പൂർത്തിയായി. ഇനി അടുത്ത 2 കണ്ടീഷൻ എന്താണ്? എ 1 ആകുമ്പോൾ ഉള്ളത്. എ 1 ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഔട്ട്പുട്ടിന് എ 1 ആകുമ്പോൾ ഔട്ട്പുട്ട് ബി ആണ്. അപ്പൊ എ 1 ആയപ്പോൾ ഈ NMOS ഓൺ ആയി. ഈ കാണിച്ചിരിക്കുന്ന NMOS ഓൺ ആയി. ഈ NMOS ഓൺ ആകുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്താണ് കിട്ടേണ്ടത്? ബി. അപ്പോൾ ബി എടുത്ത് ഇൻപുട്ട് കൊടുത്താൽ അത്. കാരണം എന്താണ്? ഈ NMOS ഓൺ ആകുമ്പോൾ ഔട്ട്പുട്ട് ഇൻപുട്ടും ഷോർട്ട് ആവും. സോ ഔട്ട്പുട്ടിലോട്ട് ഈ ബി എത്തും. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ്. അപ്പൊ ഇത് കണക്ഷൻ ഒരുമിച്ചാണ് അല്ലെ. ഓർ കണക്കല്ലേ. പാരലൽ എന്ന് വെച്ചാൽ ഓർ ആണ്. അപ്പം ആദ്യത്തെ കണ്ടീഷൻ പ്ലസ് രണ്ടാമത്തെ കണ്ടീഷൻ കൂടെ ചേർന്നിട്ടാണ് എന്ന് പറയുന്നത് നമ്മളെ ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഡിസൈൻ ചെയ്തു. ഇത് തന്നെയാണ് ആദ്യത്തെ പാസ് ട്രാൻസിസ്റ്റർ ലോജിക്. നമ്മളെ കോംപ്ലിമെന്ററി പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിന്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ഫസ്റ്റ് സർക്യൂട്ട് എന്താണ്? പാസ് ട്രാൻസിസ്റ്റർ ലോജിക് ആണ്. അതാണ് ഞാൻ ഇപ്പൊ ഡിസൈൻ ചെയ്തത്. ഓക്കെ, ഇതാണ് പാസ് ട്രാൻസിസ്റ്റർ ലോജിക്. അത് ഞാൻ ഡിസൈൻ ചെയ്തല്ലോ. ആ പാസ് ട്രാൻസിസ്റ്റർ ലോജിക് തന്നെയാണ് ഈ വരച്ചിട്ടുള്ളത്. ഇത്രയും പാർട്ട്.
അത് അത്രയും വരച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് കോംപ്ലിമെന്ററി പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കാണ്. കോംപ്ലിമെന്ററി പാസ് ട്രാൻസിസ്റ്റർ ലോജിക്ക് ഒന്ന് കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡും പിന്നെ നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് എളുപ്പത്തിന് പഠിക്കാനുള്ള മെത്തേഡും പറഞ്ഞുതരാം. കോംപ്ലിമെന്ററി പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിൽ ആദ്യം ഞാൻ എക്സാം ആയിട്ട് എളുപ്പത്തിന് എന്ത് പഠിക്കണമെന്ന് വെച്ചാൽ വേറെ ഡിസൈൻ പാർട്ടിലോട്ടൊന്നും പോകണ്ട. നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഇൻപുട്ടിന്റെ കോംപ്ലിമെന്റ് ആയിരിക്കുമല്ലോ ഇൻവേഴ്സിൽ വരുന്നത്. അത് നോക്കിയേ, ഇൻപുട്ട് ആണെങ്കിൽ ഇവിടെ കോംപ്ലിമെന്ററി ഇൻപുട്ട് ആണ്. ജസ്റ്റ് ഇൻവേഴ്സിലാകുമ്പോൾ എന്ത് ചെയ്യുക, ഇൻപുട്ട് കോംപ്ലിമെന്റ് ആയിട്ട് കൊടുക്കുക. ഇവിടെ നോക്കി എ ആയിരുന്നിടത്ത് എ ബാർ കൊടുക്കുക, ബി ആയിരുന്നിടത്ത് ബി ബാർ കൊടുക്കുക. ബാക്കി കൺട്രോൾ സിഗ്നൽ ഗേറ്റിലെ കൺട്രോളിനൊന്നും മാറ്റില്ല, കാര്യം എ ബാർ തന്നെയാണ്, എ തന്നെയാണ്, അവിടെ മാറ്റില്ല. പക്ഷെ ഇൻപുട്ട് മാത്രം എയുടെ സ്ഥാനത്ത് എ ബാർ കൊടുക്കുക, ബിയുടെ സ്ഥാനത്ത് ബി ബാർ കൊടുക്കുക. ഇത് സിമ്പിൾ ആയിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട്. ഇനി ലോജിക്കലി നമുക്ക് ചെയ്യുമ്പോൾ എന്താണ്, നേരത്തെ ട്രൂത്ത് ടേബിൾ തന്നെ വെച്ച് ചെയ്യാം. എന്താണ്, ഇപ്പോ ഞാൻ എ ഡോട്ട് ബി വെച്ചിട്ടല്ലേ ഔട്ട്പുട്ട് നോക്കിയത്, ഇതേപോലെ എ ഡോട്ട് ബി ബാർ അല്ലെ. രണ്ടാമത്തെ കേസ് എന്താണ്, ഇൻവേഴ്സ് ആണ് കിട്ടേണ്ടത്. അപ്പൊ എ ഡോട്ട് ബി ആണെങ്കിൽ അടുത്ത ഇൻവേഴ്സിൽ എന്താണ് കിട്ടേണ്ട, എ ഡോട്ട് ബി ബാർ ആണ്. അപ്പോ ഈ നേരത്തെ പറഞ്ഞ കണക്ക് എക്ക് 0 ആയിരുന്നപ്പോ രണ്ട് കണ്ടീഷൻ, എക്ക് 0 ആയിരുന്നപ്പോ ഔട്ട്പുട്ട് എന്താണ്, എക്ക് 0 ആയിരുന്നപ്പോ ഔട്ട്പുട്ട് എന്താണ് 1, എപ്പോഴും 1 അല്ലേ. അപ്പൊ എക്ക് 0 ആകുമ്പോൾ ഔട്ട്പുട്ട് 1, അതിന്റെ അർത്ഥം എന്താണ്, എക്ക് 0 ആകുമ്പോഴുള്ള ഗേറ്റില് ഔട്ട്പുട്ട് എന്ത് കിട്ടണം, എപ്പോഴും എ ബാർ കിട്ടണം. എക്ക് 0 ആകുമ്പോൾ ഔട്ട്പുട്ട് 1 കിട്ടണമെന്ന് വെച്ചാൽ എക്ക് 0 ആകുമ്പോൾ ഔട്ട്പുട്ട് എ ബാർ എന്ന് വെച്ചാൽ 1 അല്ലേ. എക്ക് 0 ആകുമ്പോൾ എ ബാർ എന്താണ് 1. എക്ക് 0 ആകുമ്പോൾ എ ബാർ ഔട്ട്പുട്ടിലോട്ട് കിട്ടണം, ആ രീതിയിൽ. അപ്പൊ ഇൻപുട്ട് എന്തായി മാറി, നേരത്തെ ഞാൻ ഇവിടെ എ എഴുതിയെങ്കിൽ ഇപ്പോഴത്തെ രണ്ടാമത്തെ കേസിൽ സെയിം രീതിയിൽ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു എൻമോസ് വരച്ചു. ആദ്യത്തെ എൻമോസ് ലോയിൽ ഓൺ ചെയ്താണ് അല്ലെ, പെട്ടെന്ന് പറഞ്ഞു പോവാ. ആദ്യത്തെ ലോയിൽ അല്ലെ, ഈ രണ്ട് കണ്ടീഷൻ ഉണ്ട്. 0-0 0-0 നമുക്ക് എന്ത് കിട്ടണം, ഔട്ട്പുട്ട് എന്ത് കിട്ടണം, 1 കിട്ടണം. എക്ക് 0 ആകുമ്പോൾ ഔട്ട്പുട്ട് 1 കിട്ടണമെന്ന് വെച്ചാൽ ഔട്ട്പുട്ടിൽ എ ബാർ ആണ് കിട്ടേണ്ടത്. അപ്പൊ ഇവിടെ എ ബാർ കൊടുത്തു, അപ്പൊ അത് ഡിസൈൻ ചെയ്തു. സിമിലർലി അടുത്ത നോക്കിയേ, എക്ക് 1 വരുമ്പോൾ ഉള്ള കേസ് നോക്കിയേ. എക്ക് 1 വരുമ്പോൾ ഉള്ള കേസിൽ ഓൺ വരുന്ന എൻമോസ് ഞാൻ ഡിസൈൻ ചെയ്തു. എക്ക് 1 വരുമ്പോൾ ഉള്ള എൻമോസ് ഡിസൈൻ ചെയ്തു. എക്ക് 1 വരുമ്പോൾ ഉള്ള എൻമോസിൽ എന്താണ് കിട്ടുന്ന ഔട്ട്പുട്ട് നോക്കിയാൽ 1ഉം 0ഉം കിട്ടുന്നു. അതായത് ബി 0 ആയപ്പോ 1, ബി 1 ആയപ്പോ 0 ആണ് അല്ലെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, എക്ക് 1 ആവുമ്പോൾ ഉള്ള ലോജിക്കിൽ ഔട്ട്പുട്ടിൽ എന്ത് കിട്ടണം, ബി ബാർ കിട്ടണം. ബി ബാർ ഒന്നി സിമ്പിൾ ആയിട്ട് ഇൻപുട്ട് മാറ്റി കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അതേ ലോജിക്ക് ഉപയോഗിച്ച് താഴത്തെ സർക്യൂട്ടും ഡിസൈൻ ചെയ്താൽ മതി. എന്ത് കിട്ടിയാലും നമുക്ക് ആ രീതിയിൽ തന്നെയാണ് കിട്ടുന്നത്. എ ബാർ ബി ബാർ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ കോംപ്ലിമെന്ററിയുടെ പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കും ഇൻവേഴ്സ് പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കും അല്ലെ. പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കും കിട്ടി, ഇൻവേഴ്സ് പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കും കിട്ടി. ഇനി വേറെ ഒന്നുമില്ല. അപ്പോ കണക്ഷൻസ് കൊടുക്കുക, VDD അല്ലെ, ഈ സെയിം കണക്ഷൻസ് ഇതേ സാധനം കോപ്പി പേസ്റ്റ് അടിച്ചങ്ങ് പോയാൽ മതി. അപ്പോൾ VDDയും ഒരു നോട്ട് ഗേറ്റും വരും, സെയിം സാധനമാണ്. അതായത് ഇവിടെ കോപ്പി പേസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. കണ്ട, അതേ സാധനം നമ്മൾ കോപ്പി പേസ്റ്റ് പോലെ എപ്പോഴും ഡിസൈൻ ചെയ്യുക, ഈ സാധനം കൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്യുക, അത്രയാണ്. ആ ഒരു ലോജിക് ഉണ്ടായിരിക്കണം. VDD കണക്ഷൻസ് മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കില് അല്ലെ ഇത് ഡിസൈൻ ചെയ്ത് അതിന് വേണ്ടിയാണ്, ആൻഡ് ഗേറ്റിലാണ്. അപ്പോൾ ഓർക്കുക, ഇവിടെ എ ഡോട്ട് ഈ ഒരു പോയിന്റിൽ അത് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട, മനസ്സിൽ ഓർത്താൽ അത് ഇവിടെ എന്ത് കിട്ടും, എ ഡോട്ട് ബി കിട്ടും. അതൊരു നോട്ട് ഗേറ്റിലോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എ ഡോട്ട് ബി ബാർ കിട്ടി. അതേപോലെ ഇൻവേഴ്സ് ആകുമ്പോൾ ഇൻവേഴ്സ് നേരത്തെ ഞാൻ പറഞ്ഞു, ഇൻവേഴ്സിന് ഡിസൈൻ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ അതിന് വേണ്ടിയാണ് ഡിസൈൻ ചെയ്തത്, എ ഡോട്ട് ബി ബാറിന് വേണ്ടി ഡിസൈൻ ചെയ്തത് അല്ലെ. കണ്ടോ, ഇവിടെ നോക്കി രണ്ടാമത്തെ ഏതിനാണ്, എ ഡോട്ട് ബി ബാറിനാണ് ഡിസൈൻ ചെയ്തത്. ഓക്കെ, അപ്പൊ എ ഡോട്ട് ബി ബാറിന് വേണ്ടിയാണ് ഡിസൈൻ ചെയ്തത്. സോറി, എ ഡോട്ട് ബി ബാറിന് വേണ്ടി ഡിസൈൻ ചെയ്തു. അപ്പൊ ഇവിടെ എ ഡോട്ട് ബി ബാർ കിട്ടി, അതൊരു നോട്ട് ഗേറ്റ് കൊടുത്തിരിക്കുന്നത് നമുക്ക് എന്ത് കിട്ടി, എ ഡോട്ട് ബി ബാർ ദി ഹോൾ ബാർ. അപ്പൊ എ ഡോട്ട് ബി തന്നെ നമുക്ക് കിട്ടി അല്ലേ. അത്രയുള്ളൂ കോംപ്ലിമെന്ററി പാസ് ട്രാൻസിസ്റ്റർ ലോജിക്. അപ്പൊ ആ പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിന്റെ വീഡിയോ അത് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നത്, അതിൽ നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണം ഇത് വരാൻ. പിന്നെ ഇപ്പൊ ഒരു ഐഡിയ തന്നിട്ടുണ്ട്. ഇനി സിമിലർലി ഇവിടെ ഇപ്പൊ ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ അത് പക്ഷെ കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആണ് ആലോചിച്ച് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാത്ത. വേണമെങ്കിൽ ജസ്റ്റ് പറയാം എന്നുള്ളതല്ലാതെ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ എയും ബിയും കൊടുത്താൽ എ ഡോട്ട് ബി എന്ന് കിട്ടി.
അതേപോലെ എ ബാറും ബി ബാറും കൊടുത്താൽ എങ്ങനെ ഈ നോട്ടിന്റെ ഔട്ട്പുട്ട് എ ഡോട്ട് ബി കിട്ടും എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എ ബാർ പ്ലസ് എ ബി ബാർ അത് നമ്മൾ ഏതിലോട്ട് കൊടുക്കും? ആ ഔട്ട്പുട്ട് എടുത്ത് നോട്ടിലോട്ട് കൊടുക്കും. അത് നമുക്ക് എ ഡോട്ട് ബി കിട്ടുമോ എന്നുള്ളത് പറഞ്ഞിരിക്കുന്നതാണ്. എ ബാർ എ ബാർ പ്ലസ് എ ബി ബാർ ആണ് കിട്ടുന്നത്. എ ബാറിന്റെ വാല്യൂ എ ബാർ ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 0 × 0 0 ആണ്, 1 × 1 1 ആണ്. അപ്പൊ എ ബാർ എന്തായാലും എ ബാർ തന്നെ ആയിരിക്കും. അപ്പൊ എ ബാർ പ്ലസ് എ ബി ബാർ ആണ്. ഇനി ഇത് നമ്മൾ ഏതിലോട്ടാണ് കൊടുത്തിരിക്കുന്നത്? ഇത് ഈ കിട്ടിയ റിസൾട്ട് ആണ് നമ്മൾ എന്തിലോട്ട് കൊടുക്കുന്നത്? ഒരു നോട്ട് ഗേറ്റിലോട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നോട്ട് ഗേറ്റിലോട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? എ ബാർ പ്ലസ് എ ബി ബാർ ദി ഹോൾ ബാർ. ഇനി ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യാം. എ പ്ലസ് ബി ദി ഹോൾ കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? എ പ്ലസ് ബി ദി ഹോൾ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബാർ ഇൻറ്റു ബി ബാർ. അപ്പൊ ഇവിടെ എ എന്ന് വെച്ചാൽ എ ബാർ ആണ്. അപ്പൊ എ ബാർ ഇൻറ്റു ബി ബാർ ആകുമ്പോൾ എ ബാർ ദി ഹോൾ ബാർ ഇൻറ്റു ബി ഇവിടത്തെ എന്താണ്? എ ബി ബാർ ദി ഹോൾ ബാർ. അപ്പൊ എ ബാർ എന്ന് കിട്ടി? എ എന്ന് കിട്ടി ഇൻറ്റു, ഇനി ഇവിടെ വീണ്ടും ഡി മോർഗൻസ് അപ്ലൈ ചെയ്യും. എന്താണ്? എ ബി കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ് ആണ്. അപ്പൊ ഇവിടെ എ ബിയുടെ സ്ഥാനത്ത് എ ബി ബാർ ആണ്. അപ്പൊ എ കോംപ്ലിമെന്റ് ആകുമ്പോൾ എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ്. ഇവിടെ ബി എന്താണ്? ബി ബാർ ആണ്. അപ്പൊ ബി കോംപ്ലിമെന്റ് ദി ഹോൾ കോംപ്ലിമെന്റ് എന്ന് കിട്ടി. അതെന്ത് കിട്ടി? ബി എന്ന് കിട്ടി. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഡോട്ട് എ ബാർ പ്ലസ് എ ബി എന്ന് കിട്ടി. എ ഡോട്ട് എ ബാറിന്റെ വാല്യൂ 0 ആണ്. സോ എ ബി എന്ന് കിട്ടി. ആ രീതിയിലും സെയിം തന്നെ കിട്ടുന്നു എന്ന് കാണിച്ചിരിക്കുന്നതാണ്. ഡി മോർഗൻസ് വെച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ്. കൺസെപ്റ്റ് സെയിം ആണ്, ആ ഒരു ഫ്ലോയിൽ വന്നാൽ കിട്ടും. പക്ഷെ ഡി മോർഗൻസ് ഒക്കെ അപ്ലൈ ചെയ്യണം. അതിൽ നിന്ന് നല്ലത് നമ്മൾ ട്രൂത്ത് ടേബിൾ വെച്ച് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഈ രീതിയിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. ഓക്കെ, ഇനി ഓർ നോർ ഗേറ്റ്. ഇപ്പൊ ഓറും നോർ ഗേറ്റും ആണ്. സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ഓർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ എഴുതുക, ഓർ ഗേറ്റിനനുസരിച്ചിട്ട് അല്ലേ? ഓർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ എഴുതുക, ഓർ ഗേറ്റിനനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്യുക പാസ് ട്രാൻസിസ്റ്റർ ലോജിക്. ആദ്യം പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കാണ് ഡിസൈൻ ചെയ്യുക. നമ്മളിപ്പം പറഞ്ഞ അതേ രീതിയിൽ തന്നെ ചെയ്ത് നോക്കുക. ആദ്യം ട്രൂത്ത് ടേബിൾ എഴുതുക. ട്രൂത്ത് ടേബിളിനനുസരിച്ച് എന്ത് കിട്ടും? 2 കണ്ടീഷൻസ് കിട്ടും അല്ലെ? എക്ക് 0 0 ആവുന്ന കേസും എക്ക് 0 ആവുന്ന കേസും എക്ക് 1 ആവുന്ന കേസും ഉണ്ട്. അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യുക. അപ്പൊ നിങ്ങൾ അതേ രീതിയിൽ ഡിസൈൻ ചെയ്ത് നോക്കുക. ഇത്രയും സാധനം നമ്മൾ കോപ്പി പേസ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ അതേ രീതിയിൽ വേണമെങ്കിൽ ടേബിൾ എഴുതി നോക്കുക. 0 0 ഔട്ട്പുട്ട് 0 0 1 ഔട്ട്പുട്ട് 1 1 0 ഔട്ട്പുട്ടിൽ 1 1 1 ഔട്ട്പുട്ട് 1. അപ്പൊ ഇനി ഇതിന് എക്ക് 0 അല്ല, ഇത് എയും ഇത് ബിയും. എക്ക് 0 ആയപ്പോ ഔട്ട്പുട്ട് എന്താണ്? എക്ക് 0 ആയപ്പോ ഔട്ട്പുട്ട് എന്താ? ബിയുടെ അതേ വാല്യൂ അല്ലേ? അപ്പൊ എക്ക് 0 ആവുമ്പോൾ ഔട്ട്പുട്ട് ബി കിട്ടണം. സോ ബി ഈസ് കണക്റ്റഡ് ടു ദി ഇൻപുട്ട്. ആദ്യത്തെ ഡിസൈൻ കഴിഞ്ഞു. സിമിലർലി അടുത്തത് നോക്കിയേ, എക്ക് 1 ആയപ്പോൾ ഔട്ട്പുട്ട് 1 ആണ്. സോ എക്ക് 1 ആകുമ്പോൾ ഔട്ട്പുട്ട് ഈസ് എ. അതാണ് എക്ക് 1 ആയപ്പോൾ ഔട്ട്പുട്ട് എ. എ ഈസ് കണക്റ്റഡ് ടു ഔട്ട്പുട്ട് ഇൻപുട്ട്. അപ്പൊ ഔട്ട്പുട്ടിലോട്ട് കിട്ടും. അപ്പോൾ പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കാണ് ഞാൻ ഈ വട്ടം ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞു. ഇനി ഇൻവേഴ്സ് പാസ് ട്രാൻസിസ്റ്റർ ലോജിക് ആകുമ്പോൾ ഒന്നുകിൽ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ, പക്ഷെ എക്സാ ഓറിയന്റഡ് ആകുമ്പോൾ അത്രയും ബുദ്ധിമുട്ടുണ്ട് അല്ലേ? എ ഓറല്ലേ, എ പ്ലസ് ബി ബാർ വെച്ചിട്ട് അതിന്റെ കണ്ടീഷൻ നോക്കി ഡിസൈൻ ചെയ്യാം. എക്സാ ഓറിയന്റഡ് ആകുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്താണ്? ബിയുടെ സ്ഥാനത്ത് ബി ബാർ കൊടുക്കുക, എയുടെ സ്ഥാനത്ത് എ ബാർ കൊടുക്കുക. അത്രേ ഉള്ളൂ ഡിസൈൻ. ബാക്കി ഇതേ സാധനം ഏതാണ്? ഇപ്പൊ ഈ വട്ടം എടുക്കുക, ഈ സാധനം. ഇത്രയും സാധനം എന്ത് ചെയ്യുക? കോപ്പി പേസ്റ്റ്. കാരണം ഇത് എപ്പോഴും സെയിം ആണ്. മുകളിൽ നോട്ട് ഗേറ്റ് ഉള്ളത് കൊണ്ട് കോംപ്ലിമെന്റ് കിട്ടും. താഴെ കാരണം ഈ ഡിസൈൻ ചെയ്തതിന് ഒരു നോട്ട് ഗേറ്റ് കൊടുത്തു. അപ്പൊ എ പ്ലസ് ബിക്കാണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. എ പ്ലസ് ബി ബാർ മുകളിൽ കിട്ടും. താഴെ എ പ്ലസ് ബി ബാറിനാണ് ഡിസൈൻ ചെയ്തത്. പക്ഷെ നോട്ട് ഗേറ്റ് ഉള്ളതുകൊണ്ട് എ പ്ലസ് ബി കിട്ടും. എന്തുകൊണ്ട് നോട്ട് കിട്ടും എന്നൊക്കെ ഉള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സോ ദിസ് ഈസ് ദി കൺസെപ്റ്റ് ഓഫ് കോംപ്ലിമെന്ററി പാസ് ട്രാൻസിസ്റ്റർ ലോജിക്.